2017 നവംബർ മാസം 26 ആന്ധ്രയിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ആശുപത്രിയിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. ആസിഡ് മുഖത്തും കയ്യിലും കാലിലുമൊക്കെയായി ഒരാളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ സംശയമുണ്ട് എന്ന് പറഞ്ഞാണ് ആശുപത്രിയിൽ നിന്നും കോൾ വന്നത്. പോലീസും ഉടൻ തന്നെ ആശുപത്രിയിലെത്തി. പോലീസുകാർ നോക്കുമ്പോൾ അയാളുടെ മുഖവും കൈയും കാലും വയറുമെല്ലാം പൊള്ളിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖം നന്നായി പൊള്ളിയിട്ടുണ്ട്. പോലീസ് അയാളുടെ ഒപ്പമുണ്ടായിരുന്ന ഭാര്യയോട് കാര്യം തിരക്കി. ഭാര്യയുടെ പേര് സ്വാതി റെഡ്ഡി എന്നായിരുന്നു. ഭർത്താവിന്റെ പേര് സുധാകർ റെഡ്ഡി. തങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അറിയാത്ത 4 പേർ മുഖംമൂടി ധരിച്ചുകൊണ്ട് വീട്ടിൽ അതിക്രമിച്ചു കയറി. ആ സമയത്ത് ഭർത്താവ് അവരെ തടയാൻ ശ്രമിച്ചു. അപ്പോ അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആസിഡ് എടുത്ത് ഭർത്താവിന്റെ ശരീരത്തിലേക്ക് ഒഴിച്ചു. ഇതായിരുന്നു പോലീസുകാരോട് പറഞ്ഞത്. പോലീസ് നേരെ ഇവരുടെ വീട്ടിൽ ചെന്ന് അന്വേഷണം നടത്തിയപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലായി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളുടെ ചികിത്സയ്ക്ക് വേണ്ടി 1 ലക്ഷം രൂപ ആവശ്യം വന്നു. ഭാര്യയുടെ കയ്യിലാണെങ്കിൽ പണമില്ല. ഉടൻ തന്നെ സുധാകർ റെഡ്ഡിയുടെ അച്ഛനെയും അമ്മയെയും വിവരമറിയിച്ചു. അവരും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഈ പണവും എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് വരുന്നു. തന്റെ മകന്റെ അവസ്ഥ കണ്ടപ്പോൾ അവരുടെ നെഞ്ചു തന്നെ പൊട്ടിപ്പോയി. പക്ഷേ മകൻ അവരെ അറിയാത്ത പോലെയാണ് പെരുമാറിയത്. മാത്രമല്ല ഇവരോട് ഒന്നും സംസാരിക്കുന്നുമില്ല. എന്തായാലും തന്റെ മകന് അപകടം പറ്റിയതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ച് മകന്റെ സമീപത്ത് തന്നെ അവർ നിന്നു. ആ സമയത്ത് മകന്റെ പ്രവൃത്തികളിലും എന്തോ സംശയം തോന്നി. കാരണം ഈ അപകടം പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന ആ വ്യക്തിയുടെ ഹൈറ്റും വെയിറ്റും തന്റെ മകന്റെ ഹൈറ്റും വെയിറ്റും തമ്മിൽ എന്തൊക്കെയോ വ്യത്യാസമുള്ളതുപോലെ അവർക്ക് തോന്നുകയാണ്. മാത്രമല്ല സുധാകർ റെഡ്ഡി എന്നയാൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. 1 മിനിറ്റ് പോലും സംസാരം ഒഴിവാക്കാത്ത അത്രയും സംസാരപ്രിയനായിട്ടുള്ള ഒരാൾ. അതുമാത്രമല്ല ഈ മാതാപിതാക്കൾക്ക് സംശയമുണ്ടാക്കിയത്. ദിവസത്തിൽ 1 തവണയാണ് മുറിവെല്ലാം വൃത്തിയാക്കുന്നത്. ആ സമയത്ത് ഇയാളുടെ ഭാര്യയായ സ്വാതി അച്ഛനെയും അമ്മയെയും അവിടെ നിന്നും ഒഴിവാക്കുന്നുണ്ട്. പിന്നീട് ഡോക്ടേഴ്സ് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഭക്ഷണം കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തന്റെ മകനു വേണ്ടി മട്ടൻ സൂപ്പുമായി അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വന്നു. പക്ഷെ മട്ടൻ സൂപ്പ് കൊടുത്ത സമയം മകൻ അത് കഴിക്കാൻ തയ്യാറായില്ല. അയാൾ പറയുന്നത് ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആണ്, എനിക്ക് മട്ടൻ സൂപ്പ് വേണ്ട എന്നാണ്. ഇത് കേട്ട് അവർ ആകെ ഷോക്കായി. കാരണം അവരുടെ മകനായ സുധാകർ റെഡ്ഡിക്ക് ഏറ്റവും ഇഷ്ടം മട്ടൻ സൂപ്പായിരുന്നു. കൂടാതെ നോൺ വെജ് ഇല്ലാതെ അയാൾ ഭക്ഷണം കഴിക്കില്ല എന്നാണ് പറയാറ്. ഇതൊക്കെ കൊണ്ട് അവർക്കൊരു സംശയം വരികയാണ്, ഇത് തങ്ങളുടെ മകനല്ല എന്ന്. ഈ സംശയങ്ങളെല്ലാം പോലീസുകാരോടും അവർ പറഞ്ഞു. പോലീസുകാരും ഇത് കേട്ട് ഞെട്ടുന്നു. പോലീസുകാർ ആദ്യം സുധാകർ റെഡ്ഡിയുടെ ഭാര്യയായ സ്വാതി റെഡ്ഡിയെ ചോദ്യം ചെയ്തു. അവരും പല കാര്യങ്ങൾ മാറ്റി മാറ്റി പറയാൻ തുടങ്ങി. പോലീസിന് ഇപ്പോ ചില സംശയങ്ങൾ വന്നു. പക്ഷേ പോലീസിന്റെ വിടാതെയുള്ള ചോദ്യം ചെയ്യലിൽ ചില കാര്യങ്ങൾ അവർക്ക് പറയേണ്ടി വന്നു. ഇവർ ഒരു അസുഖം മൂലം ഫിസിയോതെറാപ്പിസ്റ്റായ രാജേഷ് എന്ന യുവാവിനെ കാണുന്നു. പേഷ്യന്റായിട്ടാണ് ചെന്നത്. പിന്നീട് അയാൾ സ്വാതിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. ഈ ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്ത് പല ചിത്രങ്ങളും അയാൾ എടുത്തിരുന്നു. അത് കാണിച്ചുകൊണ്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും രാജേഷുമായി സെക്ഷുവൽ ബന്ധത്തിൽ ഏർപ്പെട്ടില്ല എങ്കിൽ ഈ ഫോട്ടോസ് ഭർത്താവിന് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് അവർ പോലീസിനോട് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. ആ സമയത്ത് പോലീസുകാർക്ക് തോന്നിയത് ഇനി രാജേഷ് ആണോ സുധാകർ റെഡ്ഡിയെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന്. അങ്ങനെ പോലീസുകാർ രാജേഷിന്റെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നപ്പോഴാണ് മറ്റൊരു കാര്യം അറിഞ്ഞത്. അവൻ അവിടെ ഇല്ല. അവന്റെ അമ്മ പറയുന്നത് നവംബർ 26-ാം തീയതി അവൻ ഒരു കല്യാണത്തിന് പോയതാണ്. പിന്നീട് തിരിച്ചു വന്നില്ല. പോലീസും അവനെ അന്വേഷിക്കാൻ തുടങ്ങി. ഇപ്പോ അവർക്ക് മറ്റൊരു സംശയം വന്നു. ഇനി ആശുപത്രിയിൽ കിടക്കുന്നത് രാജേഷ് ആണോ? കൂടാതെ മാതാപിതാക്കൾക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. എന്തായാലും സംശയം തീർക്കാനായി ആശുപത്രിയിൽ കിടക്കുന്ന ആ ആളോട് തന്നെ നേരിട്ട് ചോദിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആശുപത്രിയിൽ ചെന്ന് അപകടം സംഭവിച്ചു കിടക്കുന്ന ആളോട് തന്നെ ചോദിച്ചു, നിങ്ങൾ സുധാകർ റെഡ്ഡി ആണോ എന്ന്. ആ സമയത്ത് അയാൾ അതെ എന്ന് പറഞ്ഞു. ഇപ്പോഴും യഥാർത്ഥ സുധാകർ റെഡ്ഡിയുടെ മാതാപിതാക്കൾ അവിടെ തന്നെ ഉണ്ട്. ആ ശബ്ദം കേട്ടപ്പോൾ അവർ പറഞ്ഞു ഇത് തങ്ങളുടെ മകൻ അല്ല എന്ന്. എന്നാലും പോലീസ് തൊണ്ടയിൽ പൊള്ളലൊക്കെ സംഭവിച്ചതുകൊണ്ട് ഒരുപക്ഷെ ശബ്ദം മാറിപ്പോയതായിരിക്കും എന്ന് ചിന്തിച്ചു. അപ്പോഴും മാതാപിതാക്കൾ പോലീസുകാരോട് ചോദിച്ചത് എത്ര വലിയ അപകടം സംഭവിച്ചാലും ഒരാളുടെ ഹൈറ്റും വെയിറ്റും തമ്മിൽ മാറിപ്പോകുമോ എന്ന്. പോലീസുകാർക്കും അതൊരു സംശയമായി. എന്തായാലും ഈ പ്രശ്നം പരിഹരിക്കണം. ഇത് സുധാകർ റെഡ്ഡി ആണോ രാജേഷ് ആണോ എന്നുള്ളത് അറിയണം. അതിനുവേണ്ടി പോലീസുകാർ ചെയ്തത് അവന്റെ ശരീരത്തിൽ ആസിഡ് പൊള്ളിയെങ്കിലും കൈവിരലുകളൊന്നും പൊള്ളിയിട്ടില്ല. അങ്ങനെ അവന്റെ ഫിംഗർ പ്രിന്റ് ആധാർ കാർഡിൽ ഉണ്ടാകും.
ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസ് തമ്മിൽ മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇത് സുധാകർ റെഡ്ഡി അല്ല, രാജേഷാണ്. അപ്പോ സുധാകർ റെഡ്ഡിക്ക് എന്താണ് സംഭവിച്ചത്? രാജേഷ് എന്തിനാണ് ഇങ്ങനെ ഇവിടെ വന്ന് കിടക്കുന്നത്? പോലീസുകാർക്ക് അധികം അവനെ ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ചികിത്സയിലുള്ള ആളാണ്. പോലീസുകാർ പിന്നീട് സ്വാതിയെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തു വരുന്നത്. ഈ സുധാകർ റെഡ്ഡിക്ക് 32 വയസ്സാണ്. സ്വന്തമായി ഒരു കമ്പനി നടത്തുന്ന ആളാണ്. സ്വാതിക്ക് 28 വയസ്സ്. നഴ്സായി ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വാതിക്ക് ഒരു അസുഖം വരികയും ഫിസിയോതെറാപ്പിസ്റ്റായ രാജേഷിനെ കാണാൻ ചെല്ലുന്നത്. ആദ്യം ഒരു രോഗിയായി ചെന്നു, പിന്നീട് അതൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വഴിമാറി, പിന്നീട് അത് പ്രണയമായി മാറി. ഒരു ഘട്ടം എത്തിയപ്പോൾ സ്വാതി രാജേഷിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണമെന്ന്. ആ സമയത്ത് രാജേഷ് പറഞ്ഞത്, കുറച്ച് വെയിറ്റ് ചെയ്, നമുക്ക് കല്യാണം കഴിക്കാമെന്ന്. പിന്നീട് അവർ ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകാറുണ്ടായിരുന്നു. ഒരു സമയത്ത് സുധാകർ റെഡ്ഡിയുടെ സഹോദരൻ ഇത് കാണുകയും തന്റെ ചേട്ടനായ സുധാകരനോട് ഇക്കാര്യം പറയുകയും ചെയ്തു. സുധാകർ ഇതറിഞ്ഞ് വീട്ടിൽ വലിയ ബഹളമുണ്ടാക്കി. അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നു. ഈ സമയത്ത് സ്വാതിക്ക് ഈ സുധാകർ എന്ന തന്റെ ഭർത്താവിനെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് അവർ തെലുങ്കിൽ ഒരു സിനിമ കാണുന്നത്. അതിലെ നായകൻ അല്ലു അർജുനനാണ്. അല്ലു അർജുനെ ഗുണ്ടകൾ ഒരു ബസ്സിലിട്ട് കത്തിക്കുന്നുണ്ട്. അല്ലു അർജുൻ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ശരീരമാസകലം തൊലി പോയിട്ടുണ്ട്. ഇതേ സമയത്ത് മറുവശത്ത് രാം ചരൺ എന്ന മറ്റൊരാൾ മരിക്കാനായി കിടക്കുകയാണ്. അയാളുടെ തൊലിയെടുത്ത് അല്ലു അർജുന് ഫിറ്റ് ചെയ്യുന്നു. അങ്ങനെ അല്ലു അർജുൻ എഴുന്നേൽക്കുമ്പോൾ രാം ചരണായി മാറുന്ന ഒരു രംഗമായിരുന്നു സിനിമയിൽ ഉണ്ടായിരുന്നത്. ഈ സിനിമ കണ്ടപ്പോൾ സ്വാതിക്ക് ഒരു പദ്ധതി തോന്നി. അതായത് സുധാകരനെ ഇല്ലാതാക്കിയതിനു ശേഷം രാജേഷിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ സുധാകരാണെന്ന് എല്ലാവരും വിശ്വസിക്കും. തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും എന്നും സ്വാതി മനസ്സിലാക്കി. ആ പദ്ധതി രാജേഷിനും ഇഷ്ടമായി. രാജേഷും അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ നവംബർ 26, 2017 തന്റെ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുകയാണ് സുധാകർ റെഡ്ഡി. ആ സമയത്ത് ആശുപത്രിയിൽ നിന്നും കൊണ്ടുവന്ന ഒരു മയക്കുമരുന്ന് സുധാകരന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തു ഭാര്യയായ സ്വാതി. പിന്നീട് രാജേഷും അവളും കൂടി ഒരു വലിയ കമ്പിയെടുത്ത് അദ്ദേഹത്തിന്റെ തലക്കടിച്ചു തന്നെ കൊന്നു. അതിനുശേഷം സുധാകരന്റെ മുഖം ചതച്ചരച്ചു. പിന്നീട് ഒരു കാറിൽ 70 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് കൊണ്ടുപോയി അവിടെ കുഴിച്ചു മൂടുകയും ചെയ്തു. പിന്നീട് അവർ നേരെ തിരിച്ച് വീട്ടിലേക്കും വരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം അവിടെ അക്രമികൾ അതിക്രമിച്ച് കയറി എന്ന രീതിയിലുള്ള ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് സ്വാതി ആസിഡ് എടുത്ത് രാജേഷ് എന്ന തന്റെ കാമുകന് നേരെ ഒഴിച്ചു. മുഖത്താണ് കൂടുതലും ഒഴിച്ചത്. ഈ സമയത്ത് രാജേഷും സ്വന്തമായി ആസിഡ് ഒഴിച്ചു എന്നാണ് പറയുന്നത്. പിന്നീടാണ് നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ആശുപത്രിയിലേക്ക് ഇവർ എത്തുന്നത്. സംഭവം പോലീസിനെയും അറിയിച്ചു. പിന്നീട് വീട്ടുകാർ വന്നു. വീട്ടുകാർ മട്ടൻ സൂപ്പ് കൊണ്ടുവന്നപ്പോൾ ചില സംശയങ്ങൾ വരികയും അത് പോലീസിൽ അറിയിക്കുന്നതോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്താകുന്നത്. പിന്നീട് പോലീസുകാർക്ക് മറ്റൊരു വിവരം കൂടെ കിട്ടുന്നു. ഈ ഫിസിയോതെറാപ്പിസ്റ്റായ രാജേഷ് ഒരു ഫേക്കായ ഡോക്ടറാണ്. അവന്റെ സ്ഥാപനം, അവന്റെ ക്വാളിഫിക്കേഷൻ എല്ലാം ഫേക്കാണ്. പിന്നീട് പോലീസുകാർക്ക് ഇവനെ അറസ്റ്റ് ചെയ്യണം. പക്ഷെ അത് നടക്കില്ല. കാരണം അവൻ ചികിത്സയിലാണ്. അവന്റെ അസുഖം ഭേദമായ സമയത്ത് പോലീസുകാർ അവനെയും അറസ്റ്റ് ചെയ്തു, സ്വാതിയെയും അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. കോടതിയിൽ നിന്നും ബെയിൽ വാങ്ങി സ്വാതി പുറത്തേക്ക് വന്നു. 2021 മാർച്ച് 17 കോടതിയിൽ ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്വാതി കോടതിയിൽ വന്നില്ല. കോടതി അവളെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. പോലീസുകാർ അവളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവളെ കാണാനില്ല. പിന്നീട് അവൾ എങ്ങോട്ട് പോയി എന്ന് ഇന്നുവരെയും കണ്ടെത്താനും സാധിച്ചില്ല. ഈ സുധാകരനും സ്വാതിക്കും 2 മക്കൾ ഉണ്ടായിരുന്നു. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഈ 2 കുട്ടികളും ഇപ്പോ സുധാകരന്റെ മാതാപിതാക്കളുടെ ഒപ്പമാണ് വളർന്നു വരുന്നത്. 2 പേരുടെ സ്വാർത്ഥത കാരണം ഒരു പാവ മനുഷ്യന്റെ ജീവനും പോയി, 2 ചെറിയ കുട്ടികളുടെ ജീവിതവും പോയി. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട. മറ്റൊരു കേസുമായി നമുക്ക് വീണ്ടും കാണാം.